ഹായ് ഫ്രണ്ട്സ്, ലൈംഗിക ആശങ്ക അനുഭവിക്കുന്ന ഭർത്താവിനെ സുഖപ്പെടുത്തുന്നതിൽ ഒരു ഭാര്യയുടെ സമീപനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ലൈംഗിക ആശങ്ക അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലൈംഗിക ബന്ധത്തിൽ ഭർത്താവ് അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ കുറിച്ച്, ഇത് എങ്ങനെ തുടങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള, ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ഭർത്താവാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെ സൗമ്യമായിട്ടും വളരെ ശ്രദ്ധാപൂർവവും സമീപനം കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു മെച്ചപ്പെട്ട ദാമ്പത്യ ജീവിതം നന്നായി വരുന്നത്. ചില ആളുകൾക്ക് ലൈംഗിക ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഇതെങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു വിഷയം എങ്ങനെ ഒരു ഭാര്യയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഭാര്യ എന്ത് വിചാരിക്കും, ആ ഒരു വിഷയത്തെ ചൊല്ലി അവർക്കൊരു കോൺഫിഡൻസ് കുറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ അപകർഷതാബോധം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് സെക്സിലേക്ക് താല്പര്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭർത്താക്കന്മാരാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ നിങ്ങളത് വളരെ സൗമ്യമായി തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രസൻസ് മൂലം അവർക്കൊരു കോൺഫിഡൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്, പകരം കുറ്റപ്പെടുത്തലുകളല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ, നിങ്ങൾ ഒരു കൂട്ടുകാരി എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നിങ്ങൾ സമീപിക്കേണ്ടത്? ആദ്യമായി കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക. നിങ്ങൾ ഈ വിഷയത്തിൽ ഒട്ടും പോരാ എന്നൊരു തോന്നൽ ഒരിക്കലും ഭർത്താവിനെ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിച്ചറിയുക. പകരം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല, എനിക്കത് തന്നിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഒരു പുരുഷൻ എന്ന രീതിയിൽ എനിക്ക് എൻ്റെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ അവിടെ ഉടലെടുക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ പിന്നീട് നിങ്ങളുമായി ഒരു സെക്സിൽ ഏർപ്പെടാൻ ഭർത്താവിന് ഒട്ടും താല്പര്യമുണ്ടാവില്ല. അയാൾ രണ്ടാമതൊന്ന് ആലോചിക്കും, എങ്ങനെയാണ് ഈ വിഷയം ഇനി തുടങ്ങേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ, നിങ്ങളും ഭർത്താവും മാത്രമായിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കംഫർട്ട് സോണായിരിക്കുന്ന നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഭർത്താവ് പ്രവേശിക്കുമ്പോൾ ഒരു ഭാര്യയെ ഞാൻ എങ്ങനെ സംതൃപ്തിപ്പെടുത്തണം, അവളെ ഇന്ന് ഞാൻ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള പല ചിന്തകളും ഒരുപാട് സമയം മുന്നേ ഈ ഭർത്താവ് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരിക്കലും ഒരു സെക്സ് തുടങ്ങുന്നത് ബെഡ്റൂമിൽ നിന്ന് മാത്രമായിരിക്കില്ല. അത് ചിലപ്പോൾ നിങ്ങൾ മാത്രമുള്ള പല സമയങ്ങളിലും തുടങ്ങിയിട്ടുണ്ടാവും. അതൊരു സ്പർശനമാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചേർത്ത് പിടിക്കലാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കുന്നത് പോലും പിന്നീട് സെക്സിലേക്ക് നീണ്ടു പോകാറുണ്ട്, അല്ലെങ്കിൽ അത് നയിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം, അല്ലെങ്കിൽ ഒരു പെനട്രേഷൻ ചെയ്യുന്നത് മാത്രമാണ് സെക്സ് എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. അത് മാത്രമല്ല, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് നൽകുന്ന പിന്തുണ അത് സ്പർശനത്തിലൂടെ ആവാം, അല്ലേ? ചില ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് സ്പർശനത്തിലൂടെയായിരിക്കും. ചില ആളുകൾ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർ സംസാരം വളരെ കുറവായിരിക്കും. ചില ആളുകൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടാകും, അതായത് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പല രീതിയിലാണ് ഇവർ നമ്മളെ സ്നേഹം പ്രകടിപ്പിച്ച് അത് പിന്നീട് ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സെക്സ് ഒരിക്കലും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ എന്ന രീതിയിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ചില കോൺഫിഡൻസുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ അവരെ ചില ദുഃഖങ്ങൾ തുറന്ന് പറയുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്ന സമയങ്ങളിൽ, അതുമല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഒരു കുക്കിങ്ങിൻ്റെ ടൈമിലോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ അവരെ ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ വളരെ സ്നേഹപൂർവ്വം പെരുമാറാനായിട്ട് ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലെന്തെങ്കിലും തിരുത്തലുകൾ മാത്രം ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അതല്ലാതെ എല്ലാത്തിലും തിരുത്തിക്കൊണ്ട് നമ്മൾ ഒരു ഡോമിനേറ്റിംഗ് പവറായി കാണിച്ചുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ മറ്റുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങൾ ഒരിക്കലും ഭാര്യയോട് ഒരിക്കലും തുറന്നു പറയില്ല. അതാരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ഭാര്യമാരെന്താണ് ചെയ്യേണ്ടത്? അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ബി എ ഗുഡ് ലിസണർ എന്ന് പറയും, അല്ലേ? നമ്മൾ അവർ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അവർ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അവരെന്താണോ പറയുന്നത്, അവരുടെ ആവശ്യം എന്താണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനെന്താണ് വേണ്ടത്? ശാന്തമായിരുന്നു നമ്മൾ കേൾക്കണം. അതല്ലാതെ പറയുന്നതിന് ഒപ്പം മറുപടി പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തുറന്നു പറയില്ല.
അതവരവിടെ വെച്ച് നിർത്തും. നമുക്കെന്താണ് വേണ്ടത്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ആശയവിനിമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതവും എവിടെയും സക്സസ് ആവാറില്ല. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം, അല്ലേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നന്നായിട്ടുണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് ഉടലെടുക്കും, അല്ലേ? ഒരു ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം തന്നെ പിന്നീട് അതൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് മാറും. പിന്നീട് കാര്യങ്ങളെല്ലാം പറയുന്നതിലാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് സെക്സിലുള്ള താല്പര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്നു പറഞ്ഞിരിക്കണം. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും തുറന്നു പറഞ്ഞിരിക്കണം. ഇത്തരം ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ആദ്യം പറയേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറോടാണ്. നിങ്ങളുടെ പാർട്ട്ണറോട് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ തന്നെയായിട്ട് ശ്രമിക്കും. കാരണം ഇത് വേറൊരാളോട് നമ്മൾ ആരും പറയില്ല, അല്ലേ? ഇത്തരം ഒരു പ്രശ്നമുള്ളത് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരാളോട് മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുള്ളൂ. അതല്ലാതെ കാണുന്നവരോട് മുഴുവൻ നമ്മൾ ഈ കാര്യം തുറന്നു പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മളോടൊരാൾ ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കേൾക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അവർ പിന്നീട് പ്രോബ്ലംസ് പറയുക മാത്രമല്ല, നമ്മളോടൊരു ഡിറ്റാച്ച്മെൻറ്റ് വരും, ഒരു അകൽച്ച ഫീൽ ചെയ്യും. അങ്ങനെയാകുമ്പോൾ എന്താ ചെയ്യുക? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരും. പിന്നീട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തുറന്നു പറയാനായിട്ട് അവർ ശ്രമിക്കില്ല. അപ്പോൾ വീണ്ടും അടിയും ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെക്സിലുള്ള താല്പര്യങ്ങൾ തുറന്നു പറയുക. ഇപ്പോൾ ഭർത്താവിന് ഏതെല്ലാം രീതിയിലാണ് ഒരു ഭാര്യയെ കാണാൻ ഇഷ്ടം, ഒരു ബെഡ്റൂം എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം നിങ്ങൾ തുറന്നു പറഞ്ഞിരിക്കണം. ബെഡ്റൂമിൽ വരുമ്പോൾ അത് വൃത്തിയായിട്ടിരിക്കണം. അല്ല, ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഈ ഒരു കളർ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണ് വളരെ ഇഷ്ടം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഡ്രസ്സ് ഇടുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഭാര്യ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ റൂം അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക, കേട്ടോ. അതുമാത്രമല്ല, ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ചിട്ടുണ്ടാവണം, ഫ്രഷായി. എപ്പോഴും നമുക്കൊരു നല്ലൊരു മണം തരുന്ന രീതിയിൽ റൂം ഫ്രഷ്നറോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി റൂമിൻ്റെ കളറ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമാണ്, അല്ലേ? നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവിടെ പെയിൻറ്റ് ഏത് രീതിയിലായിരിക്കണം, ബെഡ്റൂമിൻ്റെ കളർ എങ്ങനെയായിരിക്കണം, ബെഡ്റൂമിൻ്റെ ഓവറോൾ തീം എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഭർത്താവ് ചിലപ്പോൾ ഭാര്യയെ കാണാൻ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭർത്താവിന് തുറന്നു പറയാം. എനിക്ക് ഈ രീതിയിൽ വസ്ത്രധാരണം വളരെ ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാര്യ അത് ആ ഒരു വസ്ത്രം തിരഞ്ഞെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെ പരസ്പരം നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ അനിഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുക. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലൂടെയാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ആസ്വാദികരമായ രീതിയിൽ ഒരു ലൈംഗിക ജീവിതം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. സെക്ഷൽ ആശങ്ക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ഉള്ള ഒരു ഭർത്താവിന് ഒരു ആശയവിനിമയം നടത്താനായിട്ട് കുറേ ദിവസമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രണ്ടുപേരും കൂടെ പുറത്ത് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് നിങ്ങൾ മാറി നിൽക്കുക, കേട്ടോ. അതായത് ഒരു പ്രൈവറ്റ് സ്പേസ് നിങ്ങൾ അതിനായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ആരും കേൾക്കുന്നില്ല എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ നിങ്ങൾക്കത് ഭാര്യയോട് തുറന്നു പറയാം. ചില ആളുകൾ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിരുന്നു, ഇൻ്റർഫെയർ ചെയ്യരുത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മളാരും സംസാരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യം വളരെ സൈലൻ്റായിട്ട് നമ്മൾ കേട്ടിരിക്കുക. എന്താണ് പ്രശ്നം എന്നുള്ളത് വളരെ സൗമ്യമായി തന്നെ നിങ്ങൾ ഭർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അവർ പറയും, തീർച്ചയായിട്ടും പറയും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന രീതിയിൽ ഒരു പരിഹാരം കാണാം, ഒരു ഡോക്ടറെ കാണിക്കണം എന്നാണെങ്കിൽ ഞാൻ കൂടെ വരാം എന്നുള്ളതൊക്കെ പറയുമ്പോൾ അയാൾക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. എൻ്റെ കൂടെ, എൻ്റെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാൻ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നൽകുമ്പോൾ തീർച്ചയായിട്ടും അവരെന്താ ചെയ്യുക? നിങ്ങളോടൊപ്പം തന്നെ ഒരു ഡോക്ടറെ കാണാനായിട്ട് അയാൾ തയ്യാറാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് വന്ന് ഡോക്ടറെ കാണുകയും ആ ഡോക്ടർ എന്താണോ പറഞ്ഞത് അത് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതുവരെയും എന്നെ സംതൃപ്തിപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നമ്മളത് പരിഹരിക്കാനും കൂടെ നിൽക്കുമ്പോഴാണ് ആ ഒരു ബന്ധം കൂടുതൽ
മെച്ചപ്പെടുന്നത്. ഇനി ചില ആളുകളുണ്ട്, അവർ വളരെ സൈലൻ്റ് ആയിരിക്കും, പ്രശ്നങ്ങൾ പെട്ടെന്ന് അങ്ങ് തുറന്നു പറയാൻ അത്ര മടിയുള്ള ആളുകളായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എന്താ ചെയ്യേണ്ടത്, സമയം കൊടുക്കുക. അതല്ലാതെ പിന്നാലെ നടന്നിട്ട് എന്താണ് എന്ന് ചോദിച്ച് നടക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് സൈലൻ്റ് ആയിട്ടിരിക്കുക. അവർ സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അനുവദിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തുറന്ന് പറഞ്ഞേക്കും, നിങ്ങളോടത് പറയാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ അവർ നിങ്ങളടുത്ത് പറയും. ആ സമയത്ത് നിങ്ങൾ ആ പ്രശ്നം എന്താണെന്ന് കേൾക്കുകയും പരിഹാരം കണ്ടെത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ചില ആളുകളുണ്ട്, കുറ്റപ്പെടുത്തുകയും ചെയ്യും, താരതമ്യം ചെയ്യും. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ഒരിക്കലും അത് ചെയ്യരുത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ മറ്റൊരാൾ വെച്ച് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളെ ഭർത്താവ് നിങ്ങളെയും വേറൊരു സ്ത്രീയെയും കുറിച്ച് താരതമ്യപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെയും താരതമ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഭർത്താവിനെയും താരതമ്യം ചെയ്യാനായിട്ട് പാടില്ല. അത് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കും, അവരുടെ ഉള്ളിലൊരു അപകർഷതാബോധം സൃഷ്ടിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. വല്ലാതെ സെക്സിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാതിരിക്കുക. ഇന്ന് എനിക്കിത് വേണം, ഇന്ന് ഇതെനിക്ക് ചെയ്തിരിക്കണം, ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നിട്ടും നിങ്ങളത് ചെയ്ത് തന്നില്ലല്ലോ എന്നുള്ളതെല്ലാം ഒഴിവാക്കിയിട്ട് അവരെ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ അവരുടെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ഇനി പ്രശ്നങ്ങൾ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് എത്രയോ ടോപ്പിക്സുകളുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാം, ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ച് സംസാരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഐഡിയാസിനെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഒരു ബോണ്ട് നിങ്ങൾ ആ സമയത്ത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ സമയങ്ങളിൽ നിങ്ങളുടെ സ്പർശനങ്ങൾ, ഈ പറഞ്ഞ പോലെ ചേർത്ത് പിടിക്കൽ, ഇതെല്ലാം അവരെ കുറച്ചും കൂടെ കംഫർട്ടാക്കും. അവരൊക്കെ തുറന്ന് പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുള്ളിൽ ഹാപ്പി ആയിരിക്കും, സ്ട്രെസ്സ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ കമ്പനി ആയിട്ടിരിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി അവർക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ, ചില ആളുകൾക്ക് അത് ഒരു വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ, പുറത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ അവരറിയാതെ അവർക്ക് വാങ്ങിക്കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കഴിക്കുക, ഇനി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വഴി അവർക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് നൽകുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവരുടെ സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൂടാതെ ശാന്തത കൊണ്ടുവരാനായിട്ട്, അതായത് ഒരു പീസ്ഫുൾ മൈൻഡ്, അതായത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇന്ന് ഈ ഒരു വിഷയം എനിക്കത് അവരോട് പറയാൻ അല്ലെങ്കിൽ അവരോട് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ളൊരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം മ്യൂസിക്കലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് മുഴുകുക. ഒന്നിച്ച് നടക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഒരുപാട് കാര്യം, കുക്കിംഗ് വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്യാം. അങ്ങനെ പരമാവധി നിങ്ങളുടെ പ്രസൻസ് വഴി അവർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ചില ആളുകൾക്ക് ഇനി പ്രൊഫഷണൽ ഹെൽപ്പ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറോട് പറയാം, ഭർത്താവിന് തുറന്ന് പറയാൻ പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യ തന്നെ അത് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും പറയാം, അല്ലെങ്കിൽ ഞാനും ഈ ഒരു വിഷയം ഡോക്ടറോട് തുറന്ന് പറയാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അതേപോലെ തന്നെ പോൺ വീഡിയോസ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പോൺ വീഡിയോസ് കാണുന്നത് വഴി പുരുഷന്മാരിൽ കൂടുതൽ ഏർലി ഇജാക്കുലേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ശീഘ്രസ്ഖലനം പോലെയോ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നിട്ടുണ്ട്. അത് ചെറുപ്പത്തിലെ പോൺ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിയർലി ഒരു 40 എബോവ് ഏജ് ആയി കഴിഞ്ഞാൽ തന്നെ ശീഘ്രസ്ഖലനം സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അത് ഉദ്ധാരണക്കുറവിലേക്കും സ്റ്റാമിന കുറയുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശീലം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇനി സ്ത്രീകൾ ഓർക്കേണ്ടത്, ഇത് നിങ്ങളുടെ ഒരു കുറവുമല്ല, നിങ്ങളുടെ ഒരു പരാജയവുമല്ല, സ്നേഹവും സാമീപ്യവും കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിമർശിക്കാതെ വിശ്വാസത്തോടു കൂടി കൈപിടിച്ച് ചേർത്ത് നിർത്തുക. ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.